ഹായ് ഫ്രണ്ട്സ്, ഇത് ഷിമാനോയുടെ സ്പെറോസ് എന്ന് പറയുന്ന ഒരു റീലാണ്. SW6000HG എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടർ റീലാണ്. ഫുള്ളി മെറ്റൽ വരുന്ന സാൾട്ട് വാട്ടർ ഹെവി എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഇത് ഓക്കെയാണ്, വർക്കിംഗ് ഗുഡാണ്. പ്രത്യേകിച്ച് സ്പെസിഫിക്കായിട്ട് പറയാനും വേണ്ടി വലിയ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. റോളർ എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നോർമൽ സർവീസിംഗ് ആണ്. നമ്മളപ്പോൾ ഇളക്കി ഇതിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരണം. ഇതിൻ്റെ സർവീസിങ് കാണിച്ചു തരാം. സ്പൂള്, ടെൻഷൻ സിസ്റ്റം, ഹാൻഡിൽ, മണ്ണൊക്കെ കയറി ഇരിപ്പുണ്ട് ഗൈസ് അത്യാവശ്യം. അപ്പം എല്ലാം സർവീസ് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഇത് ഒരു വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയൊരു റബ്ബറാണ്. പക്ഷേ വെള്ളം അകത്തോട്ട് പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണത്. നട്ടിൻ്റെ രണ്ട് ഇൻസൈഡ് കണ്ടിട്ടുണ്ടോ? ഇതൊരു ജസ്റ്റ് ഒരു വാഷർ സെറ്റപ്പ്. എൻ്റെ ഇതിനകത്തും ഒരു ചെറിയ ഓറിങ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നേക്കുന്ന ഓറിങ് വേറെ ഒന്നുമല്ല, ജസ്റ്റ് വെള്ളം അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഓറിങ് സെറ്റാണ്. അതുണ്ടോ, മണ്ണ് കയറിയിട്ടുണ്ട് നല്ലതായിട്ട്. അത് ഇളക്കണം. ഇതിൻ്റെ റിവേഴ്സ് ലോക്ക് സിസ്റ്റമാണിത്. 3 സ്ക്രൂവിലായിരിക്കും നിൽക്കുന്നത്. അത് ഷിമാനോയുടെ എല്ലാ റീലുകളും 3 സ്ക്രൂ വരുന്ന ഇതാണ്. ഓൾഡ് മോഡൽ FXും മാത്രമേ ഉള്ളൂ ഈ ഒരു റിവേഴ്സ് ലോക്കിംഗ് സിസ്റ്റം ഇല്ലാത്തത്. ബാക്കിയുള്ളതെല്ലാം ഈ ഒരു സിസ്റ്റമാണ് വരുന്നത്. ആണ് എൻ്റെ റിവേഴ്സ് ലോക്ക് അസംബ്ലി. അസംബ്ലിയൊക്കെ ഇച്ചിരി ഹെവിയാണ് ഗൈസ്, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ഓറിങ് വരുന്നുണ്ട്. അത് മണ്ണ് കയറാതിരിക്കാൻ വരുന്നൊരു ഓറിങ്ങാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ ഊരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നമ്മൾ പക്ഷേ അത് ഊരിയതാണ്. അതിനകത്ത് മണ്ണ് ഇരുന്നത് കൊണ്ട് മാത്രം, അകത്ത് മണ്ണുണ്ടോയെന്ന് ഡൗട്ടുള്ളത് കൊണ്ട് മാത്രമേ കാണുന്നിടത്തെല്ലാം മണ്ണാണ് ഗൈസ്.
അല്ല ഗൈസ്, ഇത് ഊരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് 2 സ്ക്രൂ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് 2 സ്ക്രൂ വരുന്നുണ്ട്. സ്ക്രൂസ് എല്ലാം ത്രെഡ് ലോക്കറാണ്. ഇൻസൈഡ് കണ്ടോ ഗൈസ്? ഗൈസ്, ഇത് കൂടുതൽ അഴുക്കോ കാര്യങ്ങളോ ഇല്ല ഇതിനകത്ത്. ഇവിടെയൊക്കെ ഉള്ള കുറച്ച് മണ്ണിൻ്റെ ഉള്ളു, അകത്തോട്ട് മണ്ണൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു നട്ട് ഹൈ ടോർക്കിൽ അത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അത് നമുക്കൊരു ഊരിയെടുക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഹൈ ടോർക്കിൽ അത് ചെയ്ത് വെച്ചേക്കുന്നതിനെ കൊണ്ട്. സോ നമ്മളത് വേറെ ഓൾട്ടർനേറ്റീവായിട്ട് ഊരിയെടുക്കുകയാണ്. ഗിയറൊക്കെ ഹെവിയാണ് ഗൈസ്, ഹെവി ഗിയർ സിസ്റ്റം, ഹെവി സിസ്റ്റം. അകത്ത് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ക്ലീനാണ്. ഇതിനകത്ത് നിലവിലുള്ള ഗ്രീസ് ഒന്ന് നമ്മൾ റിമൂവ് ചെയ്യുന്നേ ഉള്ളൂ.
അല്ലാണ്ട് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. എവരിതിങ് ഈസ് ഫൈൻ. ഇതിനൊരു സീറ്റിംഗ് പൊസിഷനുണ്ട്. ആ പൊസിഷനകത്ത് ഇട്ട് കൊടുക്കണം. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനകത്ത് ഇട്ട് കൊടുക്കണം. ബാക്കി എവരിതിങ് ഈസ് ഫൈൻ. നമ്മൾ ഈ ഇരിക്കുന്ന വാഷർ എടുക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ ജാസ്കറ്റാണ്. എന്നുവെച്ചാൽ ജാസ്കറ്റ് എന്ന് പറയും വണ്ടിക്കൊക്കെ എന്ന് പറയാം. ഹെഡ് ജാസ്കറ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ജാസ്കറ്റാണ് ഇത്. നമ്മൾ ഇളക്കി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം സാധനം കിട്ടത്തില്ല. അപ്പം വാട്ടർ സീലിങ്ങിന് വേണ്ടിയുള്ള ജാക്കറ്റാണ് എൻ്റെ ഇത്. ഉണ്ടോ, ജാസ്കറ്റാണ് ഇത്. നമ്മൾ നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ തുടയ്ക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിൽ കാര്യമായിട്ടുള്ള അഴുക്കുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് തുടച്ച് വെക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അഴുക്കുണ്ടായിട്ട് നല്ല രീതിയിൽ കറുത്തിരിക്കുന്ന ഇതാണെങ്കിൽ മാത്രമേ നമ്മൾ വാഷ് ചെയ്യത്തുള്ളൂ. ഇതിപ്പം വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് വാഷ് ചെയ്യാത്തത്. ഇതിനകത്ത് നമ്മുടെ പിനിയൻ ഗിയറിൻ്റെ അടിയിൽ വരുന്ന സീറ്റിംഗ് ആണ്. അതിന് വരെ ഇതിൻ്റെ കണ്ടോ, സീറ്റിംഗ് ആണ്. അതിന് വരെ ഒരു ബെയറിങ് കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം സ്മൂത്ത്നെസ് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ വെള്ളം കയറിയാൽ അതെല്ലാം തുരുമ്പിക്കും. അപ്പോൾ അതെല്ലാം കാണും. അപ്പോൾ റീലിൽ നിലവിൽ പറയത്തൊക്കെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല, അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇതിപ്പം പ്രത്യേകിച്ച് ഡീസലിനകത്തൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിനു വേണ്ടിയുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ബെയറിംഗ് ഒക്കെ സ്മൂത്താണ്. അതുകൊണ്ട് ബെയറിംഗ് ഇളക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെയാണ്. നമ്മൾ ഇതിന് കുറച്ചുകൂടെ ഹാർഡ് ഗ്രീസാണ് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഹാർഡ് ഗ്രീസ് കൊടുക്കുന്നത് ഇത് കുറച്ചുകൂടെ ഡ്യൂറബിളായിട്ടുള്ള ഗ്രീസാണ്. പെട്ടെന്ന് വെള്ളം കയറിയാൽ വേസ്റ്റായി പന്നലായി പോകുന്ന ടൈപ്പ് ഗ്രീസല്ല. കുറച്ചുകൂടെ ഡ്യൂറബിളായിട്ടുള്ള ഗ്രീസാണ്. കുറച്ചുകൂടെ സ്റ്റിക്കി ആയിട്ടുള്ള ഗ്രീസാണ്.
നമ്മൾ കുറച്ച് ഓയിൽ ഇതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഇട്ട് കൊടുക്കുന്നത് വേറൊന്നുമല്ല, നമ്മളിട്ടിങ്ങനെ ഗ്രീസ് കുറച്ച് ഹാർഡ് ഗ്രീസാണ്. അത് കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയാണ് അതിട്ട് കൊടുക്കുന്നത്. ബെയറിംഗ് ഒക്കെ ഹാർഡ് ബെയറിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഒരുപാട് ഡ്യൂറബിൾ ബെയറിങ്സ് ആണ്. നമുക്കിനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. വർക്കിംഗ് ഓക്കെയാണ്. ഉപ്പുവെള്ളം കയറി ഡാമേജ് ആയ പോർഷൻ ഇത്, ബോഡി ഡാമേജ് ആണ് ഹെലി കാണുന്നത്. ഉണ്ടോ, ബോഡി കുറച്ച് കഴിയുമ്പോൾ ഇതാവും. ആ ഉപ്പുവെള്ളം കയറിയ കെമിക്കൽ റിയാക്ഷനാണത്.
ഇത് ഹാൻഡിൽ വിത്ത് കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതിൻ്റെ ബോൾസ് ഇളകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടാനൊരിച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ്. അത് പക്ഷേ ഇതിൻ്റെ എല്ലാ സീരീസിൻ്റെയും വരുന്ന ഒരു കാര്യമാണ്. ഇത് പിന്നെ ഞാൻ വാഷ് ചെയ്യാഞ്ഞതിൻ്റെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ ബെയറിങ്സ് വരുന്നുണ്ട്. അതേപോലെ വാഷറുകൾ, ഇതെല്ലാം റബ്ബർ വാഷറുകളാണ്. ഈ റബ്ബർ വാഷറുകൾ നമ്മൾ ഡീസലോ പെട്രോളോ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോയിട്ട് ഇതൊരു ഹാർഡ് ഫോമിലോട്ട് മാറും. മാറിക്കഴിഞ്ഞാൽ ഇതേപോലെ ലീക്കേജും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും വാഷ് ചെയ്യാതെ ഇത് സർവീസ് ചെയ്യുന്നത്.
ഇത് ചെക്ക് ചെയ്യുന്നത് റിവേഴ്സ് വർക്കാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ? റിവേഴ്സ് വർക്കാണ് ഗൈസ്. നമ്മൾ റിവേഴ്സ് നോക്കൊക്കെ ഇളക്കിയിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. വർക്കിംഗ് പെർഫെക്റ്റ്. ഓൾമോസ്റ്റ് എത്രയും ചെയ്തിട്ടുണ്ട്. ഇതുവഴി കൂടെ വെള്ളം അകത്തോട്ട് പോകത്തില്ല ഗൈസ്. അതേപോലെ ഇതിനകത്തോടും വെള്ളം പോകത്തില്ല. അതുകൊണ്ട് ഇതുണ്ട്, രണ്ടും സീലാണ്, 2 റബ്ബർ സീലാണ്. വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇതിനകത്ത് മണലുണ്ട്. അതിനെ ഇതിൽ ഇളക്കണോ വേണ്ട എന്നുള്ളത് ഇവിടെ ഇളക്കുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇളക്കി നോക്കുന്നത്. ഓവറായിട്ടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് ബ്രഷ് ചെയ്ത് കളയാനുള്ളതേ ഉള്ളൂ. ഈ പോർഷനിൽ ഒരിക്കലും ഗ്രീസ് അപ്ലൈ ചെയ്യരുത്. യു ക്യാൻ അപ്ലൈ ഓയിൽ, പക്ഷേ ഗ്രീസ് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ബാക്കിയൊന്ന് വാഷ് ചെയ്തെടുക്കാം.
ഉപ്പോളം കയറിക്കുന്നതാണ് ഗൈസ്. ഇത് നമ്മൾ ചിരണ്ട തോറും അവിടുത്തെ പെയിൻറ്റ് പോത്തതേ ഉള്ളൂ. സോ പെർഫെക്റ്റ്. ഓറഞ്ച് വരുന്നുണ്ട്. അല്ല, ഇതൊരു ഓറഞ്ച് വരുന്നുണ്ട്. ഈ ഓറഞ്ച് ഒന്നും നമ്മൾ ഇതാക്കാൻ പാടില്ല, കാരണം പൊസിഷൻ മാറ്റിയിടാൻ പാടില്ല. കറക്റ്റ് സീറ്റിങ്ങിൽ തന്നെ ഇറക്കുകയും വേണം. കാര്യം വേറെ ഒന്നുമല്ല, ഇത് എത്രത്തോളം വാട്ടർ ടൈറ്റായിട്ട് യൂസ് ആകാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഓറഞ്ച് ഇരിക്കുന്നതിനകത്തോട്ട് ഇത് ഇറക്കാം, അതായിരിക്കും മെച്ചപ്പെട്ട. എനിക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജായിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം എൻ്റെ നട്ടാണ് ഗൈസ്. ഇത് കുറച്ചുകൂടെ ത്രെഡ് പിടിക്കണമായിരുന്നു, കാരണം ഇതിപ്പം കുറച്ച് ത്രെഡ് മാത്രമേ ഇത് പിടിക്കുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ലത്, മാനുഫാക്ചറിങ്ങിൽ അവർക്ക് വേണ്ട രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു റോട്ടറയിലോട്ട് കുറച്ചുകൂടെ ഒരു പിടുത്തം കിട്ടിയേനെ, അല്ലെങ്കിൽ കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ പെർഫെക്റ്റ്. എന്തുവാണോ ലുക്കാന ടൊർണാഡോ ബൈറ്റ് കാസ്റ്റ് അല്ലയോ? പുതിയ വില. കണ്ടീഷൻ ഉണ്ട്. അവരെത്ര ചോദ്യം
ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒരു 1500 പറ. 500. ബ്രൂട്ടസ് ആണെന്നുണ്ടെങ്കിൽ 2800 അല്ലേ പുതിയൻ്റെ വിലയുള്ളൂ. അതും അത്രയൊക്കെ തന്നെ. അതെ ആണോ? അതൊരു 1200 കേട്ടോ. മറ്റേ ടൊർണാഡോ നല്ല റീലാണെന്നുണ്ടെങ്കിൽ 1500. അതിന് ഇതുപോലെ കംപ്ലൈൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ബോഡിക്ക് ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം. 1200 തൊട്ട് 1800 അത്രയേ ഉള്ളു. അത്രയേ ഉള്ളു. അതാ പറഞ്ഞത്, അത് കുറയ്ക്കണമെന്ന് പറഞ്ഞത്. പറ്റത്തില്ല. അതേ ഉള്ളു. അത് അത്ര കൂടുതൽ ആണെങ്കിൽ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി. അർജന്റ് ഉള്ളവന്മാരെ രണ്ടൂടെ തരുമ്പം അത് നോക്കിയിട്ട് മാറിക്കൊടുക്ക്, കുഴപ്പമില്ലെങ്കിൽ. ഇത് മറ്റേത് ഗിയർ പിടിച്ച് വെച്ചിട്ട് കറക്കി നോക്കണം. സ്പൂള് പിടിച്ച് വെച്ചിട്ട് കറക്കി നോക്കണം. സ്പൂള് പിടിച്ച് വെച്ചിട്ട് കറക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇതുണ്ടോയെന്ന്, എന്തുവാ ഗിയർ സ്ലിപ്പ് ഉണ്ടോയെന്ന്. പിന്നെ ഭയങ്കരമാണ്. ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അണ്ണാ ചെയ്തു തരാണോ? എനിക്ക് സർവീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് സംഭവം ശരിയാണ്. ഇതൊന്നും തീർക്കട്ടെ, ഞാൻ ചെയ്തു തരാം. ചെയ്തു തരാം. എനിക്ക് ഒരെണ്ണം പോയിട്ട് ഒരിതും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സർവീസ് എടുക്കും. ഒരു പണിയില്ലാത്തതെന്ന് പറയല്ലേ മോനെ. ഇവിടെ രാവിലെ തൊട്ട് കിടന്നിതാ. ഇപ്പം ഞാൻ വേണ്ട ഷിമാനോയുടെ മറ്റേ സ്പെറോസ് എന്ന് പറയുന്നൊരു റീലുണ്ടല്ലോ. ഷിമാനോയുടെ സ്പെറോസ് സാൾട്ട് വാട്ടർ റീല്. അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ചെയ്തുതരാം. ഓക്കെ. ഗായ്സ്, ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മൾ ഇതിനകത്ത് വാട്ടറോ അതേപോലെ തന്നെ ഡീസലോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫോർ ദ റീസൺ, നമ്മൾ ഇതിനകത്തോട്ട് സപ്പോസ് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഡീസലോ പെട്രോളോ പോലുള്ള സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരുപാട് ഓറിങ്സ് ഉണ്ട്. ബെയറിങ്സ് അല്ല, ഓറിങ്സ്. ആ ഓറിങ്സിന് ഹാർഡ് വരും. ഹാർഡായിക്കഴിഞ്ഞാൽ ഈ ഓറിങ്ങുകൾ ഹാർഡായാൽ പിന്നെ ഇതിനകത്തോട്ട് വെള്ളം അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പം നിലവിൽ കൊണ്ട് വെള്ളത്തിനകത്ത് ഇട്ടാലും പെട്ടെന്നൊന്നും ഇതിനകത്ത് വെള്ളം കയറത്തില്ല. നമ്മളിപ്പം സർവീസ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഓരോ രീതിയിൽ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. നമുക്ക് നോർമൽ ലോക്കൽ റീലുകളൊക്കെ ആണെങ്കിൽ ചുമ്മാ വെള്ളത്തിനകത്ത് മുക്കി കഴുകി കയറ്റി വിടാം. ഇതൊന്നും അങ്ങനെ കഴുകുന്ന കാര്യം നടക്കത്തില്ല. കഴുകൽ വളരെ കോംപ്ലിക്കേറ്റഡാണ്.
ഇതിൻ്റെ ഡ്രാഗിൻ്റെ ഗിയറാണ് കേട്ടോ. ഇതിൻ്റെ സ്പൂളേ വരുന്ന ക്ലച്ചാണ് വരുന്നത്. അപ്പം അത് കൂടുതൽ ഗ്രീസി ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല. ഒരു മിനിമം ഗ്രീസി മതി നമ്മളതിന്. അതുകൊണ്ട് ഗ്രീസ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഇതാകും. നമ്മൾ ഇച്ചിരി ഓയിലൊഴിച്ച് വിട്ടാൽ മതി. ഇതിൻ്റെ കോർണറിൽ കൂടെ ഓയിലൊഴിച്ച് വിട്ടാൽ മതി. സെറ്റായിക്കോളും. ആകെ കിടുക കേട്ടോ. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കല്ല. ഫുള്ളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. സിസ്റ്റം കിടുക. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ല ചെയ്യാൻ. ജസ്റ്റ് തുടച്ച് ക്ലീനാക്കി വിടുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. റിവേഴ്സ് വർക്കിംഗ് ആണ്. ബൈൽ ഓക്കെയാണ്. ഓക്കെ.